ഹായ് ഹലോ. അപ്പോൾ നമ്മൾ 2ാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ ഉദ്ഘാടനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫസ്റ്റ് ടൈം എക്സാം ആണ്. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതണം കേട്ടോ. അപ്പം നമുക്ക് നേരെ എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഇവിടെ ഒരു സ്വപ്ന വീട് അല്ലേ. ആദിഷിൻ്റെ വീടുപണി നടക്കുകയാണ്. ആദിഷ് വരച്ച വീടിൻ്റെ ചിത്രം നോക്കൂ. രൂപങ്ങൾ എഴുതാം. ത്രികോണമുണ്ട്, വട്ടമുണ്ട്, ചതുരമുണ്ട് അല്ലേ. ത്രികോണം, വട്ടം, ചതുരം എന്നീ രൂപങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരക്കാനും നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി നമുക്കിതിൽ എത്ര ത്രികോണവും എത്ര വട്ടവും എത്ര ചതുരവും ഉണ്ടെന്ന് നോക്കിയിട്ട് എഴുതണം കൂട്ടുകാരെ. എത്ര ത്രികോണമുണ്ട്? 1 2 3 4 5 6 അല്ലേ. വട്ടം എത്ര ഉണ്ട്? 1 2 3 4 5 6. ചതുരം എത്ര ഉണ്ട്? 7 ചതുരാണുള്ളത്. 1 2 3 4 5 6 7 അല്ലേ കൂട്ടുകാരെ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ ഉത്തരം എഴുതാനേ. ഇനി അടുത്തത് ഗൃഹപ്രവേശനം. വീടൊരുങ്ങി. 2023 സെപ്റ്റംബർ 10 ഗൃഹപ്രവേശനം. കലണ്ടർ നോക്കി ഗൃഹപ്രവേശന ദിവസം കണ്ടുപിടിക്കാം. സെപ്റ്റംബറത്തെ കലണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ കൂട്ടുകാരെ. കലണ്ടറിൽ കുറേ ഡേറ്റ് വിട്ടുപോയിട്ടുണ്ട് അല്ലേ. വിട്ടുപോയ തീയതികളുണ്ട്. 1 2 3 4 കഴിഞ്ഞിട്ട് 2 ഡേറ്റ് അവിടെ ഇല്ല. പിന്നെ 7 8 9 10 11 കഴിഞ്ഞിട്ട് 2 ഡേറ്റ് അവിടെ ഇല്ല. ഇത് നമുക്ക് ആ തീയതികൾ ഏതൊക്കെയാണെന്ന് പൂരിപ്പിക്കണം. എങ്ങനെ പൂരിപ്പിക്കാം നമുക്ക്? 4 കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണല്ലേ. 5 കഴിഞ്ഞാൽ എത്രയാണ്? 6. 6 കഴിഞ്ഞ് 7 8 9 10 11. പിന്നെ 2 ഡേറ്റ് ഇല്ല അല്ലേ. തീയതി ഇല്ല. 12 13 അല്ലേ. വിട്ടുപോയ തീയതികളൊക്കെ ഇപ്പോൾ കലണ്ടർ ഫുള്ളായില്ലേ. കലണ്ടർ വിട്ടുപോയ തീയതികളൊക്കെ നമ്മൾ പൂരിപ്പിച്ചു. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം 2023 സെപ്റ്റംബറിൽ എത്ര തിങ്കളാഴ്ചകളുണ്ട് എന്നാണ് കൊടുത്തത്. തീയതികൾ എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ കലണ്ടർ നോക്കിയിട്ട് സംഖ്യാ പാറ്റേൺ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. കലണ്ടർ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലേ കൂട്ടുകാരെ. നമുക്ക് നോക്കാം സെപ്റ്റംബറിൽ എത്ര തിങ്കളാഴ്ചകളുണ്ടെന്നും തീയതികൾ ഏതൊക്കെയാണെന്നും. 4 തിങ്കളാഴ്ചകളാണുള്ളത്. ഏതൊക്കെയാണ് തീയതികൾ? 4 11 18 25. ഇങ്ങനെ ഒരു കലണ്ടർ തന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും കേട്ടോ. കലണ്ടർ നോക്കി സംഖ്യാ പാറ്റേൺ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 10 17 24. പിന്നെ എങ്ങനെ നോക്കാം? 13 19 25. അടുത്തത് നമുക്ക് നോക്കാം. വീടൊരുക്കിയവർ അല്ലേ. ആദിഷിൻ്റെ വീട് സ്വപ്ന വീട്. വീട്ടുകാരെല്ലാം വീട് കണ്ടു. വീടൊരുക്കിയവർ ആരൊക്കെ? വീടുമായി ബന്ധപ്പെട്ട തൊഴിലുകളെ വീടുമായി വരച്ച് യോജിപ്പിക്കൂ. എന്താണ്? വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതാണ്? ഇത് ജോലികൾ ഏതാണ്? അത് വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രം നോക്കി നമ്മളിവിടെ യോജിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അടുത്തത് നോക്കാം നമുക്ക്. കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താൻ പറയുന്നുണ്ട്. 1000 കുഞ്ഞുങ്ങൾക്ക് ഒരരഞ്ഞാൾ. ആരാണ്? ചൂലാണ്. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. കുട. വായില്ല, നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. ചിരവയാണ്. വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. നീലമലയുള്ള നാട്, കാട്ടുചോലയൊഴുകുന്ന നാട്, പച്ച വിരിച്ചൊരു നാട്, നല്ല നെൽക്കതിരുള്ളൊരു നാട്. ഇനി ബാക്കി വരികൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ബോക്സിൽ ഹിൻസൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അത് നോക്കിയിട്ട് തെങ്ങിൻ തോപ്പുകൾ, ഒഴുകുന്ന പുഴ, പൂക്കൾ, പൂമ്പാറ്റ, പക്ഷികൾ അല്ലേ. എങ്ങനെ നോക്കാം? തെങ്ങിൻ തോപ്പുകളുള്ളൊരു നാട്, ഒഴുകുന്ന പുഴയുള്ളൊരു നാട്, പൂക്കൾ തോറും പൂമ്പാറ്റകൾ പാറി നടക്കും നാട്. പൊതു ഇടങ്ങൾ, സ്ഥാപനങ്ങൾ. ചിത്രത്തിലെ പൊതു ഇടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞ് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ബസ് നിൽക്കുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട് അല്ലേ. പിന്നെ ഏതോ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് പൊതുസ്ഥാപനങ്ങൾ എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളവിടെ ബസ് സ്റ്റോപ്പ് എഴുതി, പോലീസ് സ്റ്റേഷനും എഴുതി. ഇങ്ങനെ എഴുതണേ. വായിക്കാം, എഴുതാം. അപ്പു ഉത്സവപ്പറമ്പിൽ എത്തി. ചന്തയിൽ പല നിറത്തിലുള്ള ബലൂണുകൾ. അതിലൊരു വലിയ ബലൂൺ, ചുവന്ന ബലൂൺ. അപ്പു ബലൂൺ വാങ്ങി. ബലൂണുമായി അവൻ വയലിലൂടെ ഓടി. കാറ്റ് വന്നു, വലിയ കാറ്റ്. ബലൂൺ അപ്പുവിനെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. അയ്യോ, പരുന്തു വരുന്നേ. അപ്പു പേടിച്ച് നിലവിളിച്ചു. പരുന്തു ബലൂണിനെടുത്തെത്തി. എനിക്കും ബലൂണിൽ ഇരുന്ന് പറക്കണം, പരുന്തു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അപ്പുവിന് സന്തോഷമായി. അവർ ഒരുമിച്ച് യാത്ര തുടങ്ങി. കഥ വായിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പു എവിടെ നിന്നാണ് ബലൂൺ വാങ്ങിയത്? ചന്തയിൽ നിന്നാണല്ലേ. അപ്പോൾ അവിടെ ചന്ത എന്ന് എഴുതി. അപ്പു വാങ്ങിയ ബലൂണിൻ്റെ നിറം എന്താണ്? ചുവപ്പ്. ബലൂൺ വാങ്ങിയ ശേഷം അപ്പു എന്താണ് ചെയ്തത്? വയലിലൂടെ ഓടി.
കാറ്റ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ബലൂൺ അപ്പുവിനെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. പരുന്ത് എന്താണ് പറഞ്ഞത്? എനിക്കും ബലൂണിൽ ഇരുന്ന് പറക്കണം. അപ്പോൾ കൂട്ടുകാരെ ആ കഥ നന്നായിട്ട് വായിക്കണം. അങ്ങനെയുള്ള കഥ വരും. എന്നിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ കേട്ടോ. ആ കഥയിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിടക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വായിച്ചിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതണേ കൂട്ടുകാരെ. Let's count the shapes and write. അല്ലേ, ഇംഗ്ലീഷാണ് വന്നിട്ടുള്ളത്. Color the picture. Identify the shapes in the picture and write the number of each shape. അല്ലേ, ഓരോ ഷേപ്പിനും കളർ കൊടുത്തിട്ട് എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ദ പാറ്റേൺ, ഒരു പാറ്റേൺ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ എത്ര എണ്ണമാണ്? 5, സ്ക്വയർ 9, സർക്കിൾ 6. ഇനി നേരത്തെ പോലെ പിക്ചർ അല്ലാതെ എഴുതി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകളുടെ വീട്ടിലേക്ക് വരച്ച് ചേർക്കൂ. അല്ലേ, തൊഴിലുകളുടെ പേരാണ് എഴുതിയിട്ടുള്ളത്, അത് വീട്ടിലേക്ക് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കോൺക്രീറ്റ് പണിയുണ്ട്, മരപ്പണിയുണ്ട്, കൽപ്പണിയുണ്ട്, വയറിംഗ് ഉണ്ട്, പെയിൻറ്റിങ് ഉണ്ട്. അല്ലേ, ഇതൊക്കെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബാക്കിയുള്ളതൊന്നും വീടുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ടത് മാത്രം നമ്മൾ വീടിനോട് മാർക്ക് ചെയ്യാം. വീണ്ടും ചിത്രത്തിൽ കണ്ടോ പൊതുസ്ഥാപനങ്ങൾ ഏതൊക്കെയാണത്? വായനശാല, പൊതുകുളം. നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പൊതുസ്ഥാപനത്തിൻ്റെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലും പൊതുസ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾ എഴുതുക. ഇനി ശുചീകരണ ഉപകരണങ്ങൾ കണ്ടോ നിങ്ങൾ? വീടും പരിസരവും വൃത്തിയാക്കണം. ശുചീകരണ ഉപകരണങ്ങൾ കണ്ടെത്തി വട്ടം വരക്കുക. അല്ലേ, ഫസ്റ്റ് മിക്സിയാണത് ശുചീകരണമാണോ? അല്ല. ചൂലുണ്ട്, പിന്നെന്താ, തുടക്കുന്ന കൊള്ളിയുണ്ട്. അല്ലേ, ടൈലർ മെഷീൻ ശുചീകരണമാണോ? അല്ല. പിന്നെന്താണ്, ചൂലുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അല്ലേ, ഇതൊക്കെ ശുചീകരണ സാധനങ്ങളാണ്. ശുചീകരണ സാധനങ്ങൾ മാത്രം വട്ടം വരക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പൊതു ഇടങ്ങൾ. ഓണവധിയാണ്. കൂട്ടുകാർ പാർക്കിൽ പോയി കാഴ്ചകൾ കണ്ടു, കളിച്ചു, ഐസ്ക്രീം കഴിച്ചു. കപ്പും സ്റ്റിക്കും എന്ത് ചെയ്യും? മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. ടീച്ചർ പറഞ്ഞത് കുട്ടികൾ ഓർത്തു. കുളം ഒരു പൊതു ഇടമാണ്. കുളം കൊണ്ടുള്ള ഒരു പ്രയോജനം എഴുതുക. എന്താണ് കുളം കൊണ്ടുള്ള പ്രയോജനം? കുളത്തിൽ എന്താണ്, നമുക്ക് കുളിക്കാൻ കഴിയും. അല്ലേ, കളിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാവുന്ന പൊതു ഇടങ്ങളുടെ പേരെഴുതൂ. ഏതൊക്കെയാണ്? കളിസ്ഥലം, കടൽ തീരം, ചന്ത, മൈതാനം, കുളം, പാർക്ക്. ഇതൊക്കെ പൊതു ഇടങ്ങളാണ്. അല്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. നന്നായിട്ട് അക്ഷരത്തെറ്റില്ലാതെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കൂട്ടുകാർ ആൻസർ ചെയ്യാട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.